പ്രൈസലോ എല്ലാ ദൈവമുഖ കഥാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 1 രാജാക്കന്മാർ അതിന്റെ 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുന്നു. 1 രാജാക്കന്മാർ 17-ന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മളിൽ പലരും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. വാഗ്ദത്ത നിവൃത്തി കാണണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു റോങ് ആയിട്ട് പ്ലേസിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ദൈവിക നിവർത്തികൾ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. സ്തോത്രം. അപ്പോ ദൈവം നമ്മെ ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ വന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് നടക്കത്തില്ല. സ്തോത്രം. ഒരു ഡിവൈൻ വിസിറ്റേഷന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്ലേസിൽ, അതായത് ദൈവം ആഗ്രഹിക്കുന്ന പ്ലേസിൽ നമ്മൾ നിൽക്കാത്തിടത്തോളം ദൈവത്തിന്റെ ആ ഒരു പ്രോവിഡൻസോ അല്ലെങ്കിൽ ആ പ്രൊവിഷനോ ആ ദൈവത്തിന്റെ ആ കരുതലുകളോ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യമാണ് ഇന്ന് നമ്മൾ വായിച്ച ഈ വചനഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സത്യം എത്രയേ ഉള്ളൂ. ദൈവിക വാഗ്ദത്തങ്ങൾ ദാറ്റ് ഈസ് റിയൽ, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇവിടെ പ്രവാചകനോട്, എലിയ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് എവിടെ യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കും. അപ്പൊ കെരീത് തോട്ടിനരികെയാണ് ദൈവം തന്നോട് പോകാൻ പറഞ്ഞത്. താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് കെരീത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചു. അപ്പം ദൈവം ഏലിയാവിന് ഭക്ഷണം ഒരുക്കി വെച്ചിരുന്നത് കെരീത് തോട്ടിനരികെയാണ്. സ്തോത്രം. ഏലിയാവ് അത് അനുസരിച്ചു. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഏലിയാവിനെ സഹായിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഏലിയാവിന് വേണേൽ ചിന്തിക്കായിരുന്നു, ദൈവം എല്ലായിടവും ഉണ്ടല്ലോ, ദൈവം എല്ലായിടവും ഉണ്ടല്ലോ, അപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് ഭക്ഷണം തരുവാൻ എനിക്ക് വേണ്ടി എന്താ പറയാ, ഈ കാക്കയോട് കൽപ്പിച്ച് ഭക്ഷണം തരുവാൻ ദൈവത്തിന് കഴിയുമല്ലോ എന്ന് ദൈവത്തോട് വേണമെങ്കിൽ ഒരു മത്സര രീതിയിൽ ഏലിയാവ് നിൽക്കാമായിരുന്നു. പക്ഷെ ഏലിയാവ് അത് ചെയ്തില്ല. ദൈവം എന്തു പറഞ്ഞു അത് അതുപോലെ അനുസരിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്ത് പോയി തന്നെ ലൊക്കേറ്റ് ചെയ്യപ്പെടുവാൻ, ദൈവത്താൽ ലൊക്കേറ്റ് ചെയ്യപ്പെടാൻ തന്നെ അനുവദിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻ ആ സ്ഥലത്ത് അവിടെ ഏലിയാവിന് വേണ്ടി വെളിപ്പെടുന്ന കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പ്രൊഫറ്റിക് പൊസിഷനിങ്ങിനെ കുറിച്ചാണ്. സ്തോത്രം. പ്രൊഫസി റിയലാണ്, അപ്പോൾ തന്നെ പ്രൊഫറ്റിക് പൊസിഷനിങ്ങിന് നമ്മുടെ ലൈഫിൽ വളരെയധികം സ്ഥാനമുണ്ട്. അതായത് ദൈവത്തിന്റെ ആ ഡിവൈൻ വിസിറ്റേഷന് വേണ്ടി നമ്മെ തന്നെ നമ്മുടെ ലൈഫിനെ അലൈൻ ചെയ്ത് കൊടുക്കുക. പ്രൊഫറ്റിക് പൊസിഷന് വേണ്ടി നമ്മുടെ ലൈഫിനെ അലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഡിവൈൻ പാറ്റേണുകളെ നമ്മൾ അനുസരിച്ചുകൊണ്ട് ആ ഒരു പ്രൊഫറ്റിക് എന്താ പറയാ പൊസിഷനിങ്ങിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഒരുപാട് ആളുകൾക്ക് അവരുടെ ലൈഫിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വില്ല് മാത്രം നടക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നൊരു കാര്യം അവരുടെ ആഗ്രഹത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് പോയിട്ട് അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അത് ദൈവഹിതമാണെന്ന് കേൾക്കണം. അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരം പോയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നിടത്തൂടെ ദൈവം വന്ന് ദൈവത്തിന്റെ പദ്ധതികള്, ദൈവത്തിന്റെ പ്രവചന നിവൃത്തികൾ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവങ്ങളെ പലപ്പോഴും ഇതിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിന്റെ പ്രോസസ്സിൽ പോകാൻ നമ്മൾ തയ്യാറാകാത്തിടത്തോളം ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻസും പ്രൊഫറ്റിക് ഫുൾഫിൽമെന്റും നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് പിന്നിൽ ചില പ്രോസസ് പലപ്പോഴും കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളോട് വ്യക്തിപരമായോ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയോ.
അത് നമ്മൾ കേൾക്കാനും പരിശുദ്ധാത്മാവിനോട് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ട് ഇരുന്ന് ആ ദൈവ ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ലൈഫിൽ നിറവേറപ്പെടത്തുള്ളൂ. പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ തുടങ്ങുമ്പോൾ, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വായി എന്നുള്ള അവരുടെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. ഹല്ലേലൂയ. നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ക്വൈറ്റ് ആയിട്ടിരിക്കേണ്ടി വരും. സ്തോത്രം. എന്നാൽ അതിനൊക്കെയും ഉത്തരം കൊടുക്കുന്ന ചില സമയങ്ങൾ നമുക്ക് മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായിത്തീരണം. രൂത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അവളുടെ ലൈഫിൽ ഒരു പ്രൊഫറ്റിക് സീസൺ ഓപ്പൺ ആയത് അവൾ ദൈവ ശബ്ദത്തിനനുസരിച്ച് റീലൊക്കേറ്റ് ചെയ്യപ്പെടുവാൻ, അല്ലെങ്കിൽ അവളൊന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ അവളുടെ ലൈഫിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് ആ ഒരു വയൽ, ബോവസിന്റെ വയൽ അവളുടെ ലൈഫിന്റെ പ്രൊഫറ്റിക് സീസന്റെ മാനിഫെസ്റ്റേഷന്റെ വിളനിലമായി മാറിയത് അവൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, അവൾ ഷിഫ്റ്റ് ചെയ്യാൻ അവൾ തയ്യാറായപ്പോഴാണ്, അവൾ റീലൊക്കേറ്റ് ചെയ്യാൻ അവൾ തയ്യാറായപ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പദ്ധതികൾ അല്ലെ ദൈവത്തിന്റെ പ്രൊഫറ്റിക് പൊസിഷനിങ്ങിന് വേണ്ടി അവളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാൻ ഇടയായിത്തീരുന്നു. അതിനുവേണ്ടി അവൾ ഒരുപാട് പെയിൻ അവൾ എടുക്കേണ്ട വന്നു, ഒരുപാട് സഫറിങ്സോടെ കടന്നു പോകേണ്ട വന്നു. അല്ലെങ്കിൽ ചില വലിയ ആഴത്തിലുള്ള അനുസരണങ്ങൾക്ക്, ദൈവിക വാക്കുകൾക്ക്, അല്ലെങ്കിൽ തന്റെ അമ്മായിയമ്മയായ നവോമിയിലൂടെ ദൈവം ഇടപെട്ട, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അവളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതികൾ ആ ഒരു ടൈമിൽ, ആ ഒരു സീസണിൽ ദൈവം അവളുടെ ലൈഫിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ തരുന്ന കാര്യം, ദൈവം എപ്പോഴും ഇന്റൻഷനൽ ആയിട്ടാണ് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകണമെന്നില്ല. ഒരുപക്ഷെ ആ ഒരു ദൈവിക പൊസിഷനുകൾ ദൈവം നമ്മളെ പലരായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിൽ ദൈവം നൽകി തരാനിടയായി തീരും. ഇതെല്ലാം ദൈവത്തിന്റെ കണക്ട് ചെയ്യപ്പെടുന്നതെല്ലാം ഒരു പ്രൊഫറ്റിക് പൊസിഷനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യണം. പല സമയങ്ങളിലും ദൈവം പറഞ്ഞ ആ ഒരു സമയത്ത് അപ്പോൾ തന്നെ നിന്നുകൊണ്ട് കർത്താവെ ദൈവത്തിന് തീയോടെ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ കർത്താവ് അത് ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്നൊക്കെയും പറഞ്ഞത് കൊണ്ട് അത് നടക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ചില പ്രൊഫറ്റിക് മാനിഫെസ്റ്റേഷൻസിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില ദൂരം ദൈവം പറഞ്ഞ ഇടത്തോട്ട് യാത്ര ചെയ്യേണ്ടി വരും, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ തന്നെ മിണ്ടാതിരുന്നിട്ട് കർത്താവെ ഹല്ലേലൂയ ക്വസ്റ്റ്യൻ ചെയ്യാതെ അപ്പൊ അടിയനിത എന്നുള്ള നിലവാരത്തിൽ സ്തോത്രം അറിയ ചെയ്തതുപോലെ കർത്താവിന്റെ പദ്ധതി എന്നെ നിറവേറ്റപ്പെട്ടു, അതിനായിട്ട് അടിയനിത കർത്താവെ എന്ന് ഉള്ള സബ്മിഷനോടെ നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ ലൈഫിൽ നിറവേറ്റപ്പെടാനിടയായിത്തീരുള്ളൂ. ആ ഒരു യാത്രയിൽ സ്തോത്രം നമ്മൾ സേഫ് ആയിരിക്കും, നമ്മുടെ മൈൻഡ് കാമായിരിക്കും, നമ്മൾ ഓക്കെ ആയിരിക്കും. പുറമെ ഉള്ളവർ നമ്മെ കാണുന്നവർ പക്ഷെ അവര് നമ്മൾ ഓക്കെ ആയിട്ട് തോന്നണമെന്നില്ല. അവർക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലൊരു പക്ഷെ അപ്പോൾ വാക്കുകൾ, ആൻസറുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ദൈവം നമ്മളോട് ചില വാക്കുകൾ പറഞ്ഞ് ദൈവം നമ്മളെ നടത്തുമ്പോൾ അവരറിയാത്തൊരു സമാധാനം, അവരറിയാത്തൊരു ധൈര്യവും, അവരാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോൺഫിഡൻസ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിത്തരും. ഈ പകൽക്കാലം ഇങ്ങനെ യാത്ര ചെയ്യുന്ന ചിലരെ നോക്കി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സ്തോത്രം. ചില റീലൊക്കേഷൻസ് അല്ലെങ്കിൽ ചില ഷിഫ്റ്റുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിനെ വിട്ടുകൊടുക്കുക. സ്തോത്രം. എല്ലാവരോടും നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. നിങ്ങളെ നടത്തുന്ന ഒരു ദൈവത്തിന് മുന്നിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ ഇല്ലാതിരിക്കുമ്പോഴും അവർക്കെല്ലാം മധ്യ ആൻസർ കൊടുക്കുന്ന ഒരുവൻ. സ്തോത്രം. യൂത്തിന്റെ ലൈഫ് ഓടിക്കുമ്പോൾ സ്തോത്രം മറ്റുള്ളവർ കാണുക, അവളെ മാനിക്കുന്ന, അവളെ ആദരിക്കപ്പെടുന്ന ഒരു സീസണിലോട്ട് ദൈവത്തിന്റെ ആത്മാവളെ കൊണ്ടുപോകാൻ തക്കണം ഇടയായിത്തീരുന്നു. ഒരു വേള അവളുടെ ലൈഫ് ചില ക്വസ്റ്റ്യൻ മാർക്കുകൾക്ക് മുമ്പിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടപ്പോൾ സ്തോത്രം മറുവശത്ത് ദൈവത്തിന്റെ പദ്ധതിയിലോട്ട് അവള് ഒരു പ്രൊഫറ്റിക് പൊസിഷനിങ്ങിലോട്ട് അവൾ കാലെടുത്ത് വെച്ചപ്പോൾ സ്തോത്രം അവൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കൊടുക്കത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയിലോട്ട് ഒരു സീസണെ തന്നെ ചേഞ്ച് ചെയ്യുന്ന വലിയൊരു ഹാർവസ്റ്റിലോട്ട് അവളുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് മാറ്റിയെടുക്കാൻ ഇടയായിത്തീരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്കനുസരിച്ച്, ദൈവം പറയുന്ന അനുസരിച്ച് ആ ദൈവിക പ്രോസസ്സിൽ നമ്മൾ മുന്നേറാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ പ്രൊവിഷനുകൾ നമ്മുടെ ലൈഫിൽ തീർച്ചയായും ദൈവം വെളിപ്പെടുത്തും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ മാനിക്കട്ടെ. ദൈവിക പ്രൊവിഷനുകൾ അനുഭവിപ്പാൻ
പ്രൊഫറ്റിക് പൊസിഷനിങ്ങിലൂടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചിലർ ഈ ദിവസങ്ങളിൽ റീലൊക്കെ ആയിട്ട് ചെയ്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.